ഏവർക്കും സുപ്രഭാതം നേരുന്നു. നമുക്ക് PSC കോച്ചിങ്ങിലേക്ക് കടക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ ചോദിച്ച ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. 1936 നവംബർ മാസം 12-ാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ മാസം 12-ാം തീയതി മറക്കരുത്. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ആൻസർ. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഇപ്പൊ തന്നെ കേൾക്കുന്നവർ പഠിക്കാൻ വേണം, ഒറ്റ വീഡിയോയിൽ തന്നെ പഠിക്കാം. രണ്ടാമത്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2010 ഈ ജൈവ വൈവിധ്യമായിട്ട് ആചരിക്കുന്ന ദിനം. ഇന്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2010. മറക്കരുത്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. അപ്പൊ വേണം മറച്ചു ചോദിക്കാം, ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യം നിങ്ങളോട് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കരസേന മേധാവി ആരാണ്? എല്ലാ PSC ക്വസ്റ്റ്യൻസിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ കരസേന മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയിലെ കരസേന മേധാവി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഇന്ത്യയിലെ കരസേന മേധാവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേന മേധാവി എന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി അഞ്ചാമത്തെ ചോദ്യം ചോദിക്കാം. പ്രധാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നമ്മൾ മറന്നു പോകരുത്. പ്രധാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാർ എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് നാളത്തെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം. ഒന്നുകൂടെ ആവർത്തിക്കാൻ ചോദ്യം, നാളത്തെ ചോദ്യമാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്ന ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിവിന് അനന്തമില്ല. അറിവ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാലത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ പരിപൂർണതയിൽ എത്തുന്നില്ല. ഒരറിവും പരിപൂർണതയിൽ എത്തുന്നില്ല. വിദ്യാഭ്യാസം അറിവും തമ്മിലുള്ള ബന്ധം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയാണ്. ആ പാഠ്യപദ്ധതിയിലുള്ള കാര്യം, വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പല കുട്ടികളും മണ്ടുണ്ണികളാണ്. എന്താണ് പറയാൻ കാരണം? വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. അക്കാഡമിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലാതെ സമഗ്രമായിട്ടുള്ള അറിവാണ് നമുക്ക് ആവശ്യം. ഒരു ബഹുമുഖ പ്രതിഭയാകാൻ വേണ്ടി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഈ പറയുന്ന കോച്ചിങ് ക്ലാസ്സിലും നമ്മൾ നടത്തുന്ന അവയർനെസ് പ്രോഗ്രാമുകളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. പരമാവധി പേരിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.